ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി വലിയൊരു റബ്ബറൈസർ ടാറിംഗ് റോഡിന് മുന്നിലായി നിൽക്കുന്ന 13.5 സെൻറ്റിൽ 3300 സ്ക്വയർ ഫീറ്റ് പ്ലസ് 1700 സ്ക്വയർ ഫീറ്റോടുകൂടി വരുന്ന ഒരു ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു വീടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 9.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. മനോഹരമായ ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഫ്രണ്ട് എലിവേഷൻ ചെയ്തിട്ടുള്ളത്. 13.5 സെൻറ്റ് സ്ഥലം വരുന്നത് കൊണ്ട് തന്നെ വിശാലമായ ഒരു മുറ്റം നമുക്ക് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ വീട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായി തന്നെയാണ് ഫ്രണ്ട് എലിവേഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ വരാം. റോഡ് ഏകദേശം ഞാൻ പറഞ്ഞു വീതിയുള്ള റബ്ബറൈസർ റോഡാണ്. വീടിൻ്റെ 2 ഭാഗത്തു കൂടി റോഡ് വരുന്നത് കൊണ്ട് തന്നെ 2 സൈഡിലേക്കും എലിവേഷൻ കിട്ടുന്ന രീതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. വിശാലമായ ഈ ഒരു വീടിൻ്റെ ചുറ്റുമതിൽ നമുക്ക് കാണാം. ടെക്സ്റ്റൈൽ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഫ്രണ്ട് മതിൽ ചെയ്തിട്ടുള്ളത്. 2 ഗേറ്റാണ് വീടിന് ഫ്രണ്ടിലായി കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ഗേറ്റ് ഈ ഒരു ഭാഗത്തായി കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഏകദേശം 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന മറ്റൊരു ഗേറ്റും വീടിന് കാണാം. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിപ്പമുള്ള ഒരു മുറ്റം തന്നെയാണ്. 4, 5, 6 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്ത് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായി വിരിച്ചിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. കൂടാതെ ഈ ഒരു ഭാഗത്തെല്ലാം നാച്ചുറൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിൽ ഗാർഡൻ കൂടാതെ മാംഗോസ്റ്റീനും സെറ്റ് ചെയ്തിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. വാസ്തു കറക്റ്റ് ആവുന്നതിന് വേണ്ടി കിണർ കെട്ടിത്തിരിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മറ്റുള്ള ഭാഗത്തേക്കെല്ലാം നമുക്കൊന്ന് പോയി നോക്കാം. വലിയ വീടും വലിയൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ വീഡിയോക്ക് കുറച്ച് ലെങ്തോട് കൂടി തന്നെയുള്ള വീഡിയോ ആണ്. ഇനി നമുക്ക് വീടിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വടക്ക് ഭാഗത്തെ കൂടിയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. ഇവിടെയെല്ലാം നാച്ചുറൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് എത്തി. വടക്ക് കിഴക്കേ മൂലയിലായാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെയും ഗാർഡനും കൂടാതെ മറ്റുള്ള ഫ്രൂട്ട്സ് തൈകളെല്ലാം നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോകാം. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. വലിയൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. വീടിൻ്റെയും ഡോറിൻ്റെയും ദർശനം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തന്നെയാണ്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും തേക്കുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫുള്ള് ഡോറുകളും വിൻഡോയും എല്ലാം തേക്കിൽ തന്നെയാണ് നിർമ്മാണം. ഇനി നമുക്ക് സെൻട്രൽ ലോക്കോട് കൂടി വരുന്ന ലോക്കാണ്, അതായത് കീപാഡ് ലോക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഡോറ് തുറന്ന് ഇനി കയറി വരുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെയെല്ലാം സോഫ സെറ്റ് വരാനുണ്ട്. ഡബിൾ ഹൈറ്റോട് കൂടി തന്നെയാണ് ഈ ഒരു ലിവിംഗ് ഹാൾ നിർമ്മിച്ചിട്ടുള്ളത്. മനോഹരമായ ഒരു ഷാൻഡലർ ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ബ്രാൻഡഡ് ടൈലുകളാണ് ഇവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 5 അടിയോളം നീളവും 3 അടിയോളം വീതിയും വരുന്ന വലിപ്പമുള്ള ടൈലുകളാണ്. ഡൈനിങ് ഹാളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കും ലൈറ്റുകളും ഫാനുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനാണ് നമുക്ക് ഡൈനിങ് ഹാൾ ഇടാനായി ഉപയോഗിച്ചിട്ടുള്ളൊരു സ്പേസ്. അവിടെ ഒരു ഡൈനിങ് ഹാളും കിടക്കുന്നുണ്ട്. അതിൻ്റെ വർക്കുകളെല്ലാം ഇനി കംപ്ലീറ്റ് ആവാനുണ്ട്. ഇവിടെയാണ് TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റ് വരുന്നതിൻ്റെ ഫ്രണ്ടിലായി അഡീഷണൽ ഒരു സോഫയും വേറെ വരാനുണ്ട്. നേരെ കാണുന്ന ഈ ഒരു പോർഷനിലാണ് വീടിൻ്റെ കോർട്ട്യാർഡ് വരുന്നത്. കോർട്ട്യാർഡിൻ്റെ വർക്ക് ഏകദേശം 2 ആഴ്ചത്തെ വർക്ക് കൂടി ഈ വീടിന് പെൻഡിങ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് ചെല്ലാം. വിശാലമായൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കും ഫാനും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. അവിടെ ഒരു ചിമ്മിനിയും ഹോബെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ കൂടാതെ സെക്കൻഡറിയായി മറ്റൊരു കിച്ചണും ഇവിടെ ലഭിക്കുന്നുണ്ട്.
അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ്. ഇത് ഫുൾ കവേഡോടുകൂടി തന്നെ വരുന്നതാണ്. ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പുറത്തായി നമുക്ക് അഡീഷണൽ ഒരു അലക്കുകല്ലും കൂടാതെ ഒരു സർവൻ ടോയ്ലറ്റും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴ്ഭാഗത്ത് 2 ബെഡ്റൂമാണ് ലഭിക്കുക. തെക്ക് പടിഞ്ഞാറൻ മൂലയിലാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കും ബെഡും കോട്ടും ലഭിക്കുന്നുണ്ട്. ഇവിടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് തേക്കുഡിൽ തന്നെയാണ്. ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ സെപ്പറേറ്റ് ആയി ലഭിക്കുന്നുണ്ട്. ജാഗോർ ഫിറ്റിംഗ്സും സാനിറ്ററീസോടുകൂടി വരുന്ന ബാത്റൂമുകളാണ് ഇവിടെ കാണാൻ കഴിയുക. ഗ്ലാസ് പാർട്ടീഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയിലും സെപ്പറേറ്റ് തിരുത്തി തന്നെയാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 2ാമത്തെ ബെഡ്റൂമിലാണ് വന്നെത്തി നിൽക്കുന്നത്. വടക്കിഴക്കേ മൂലയിലാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെയും വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ കബോർഡ് വർക്ക് കൂടാതെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ സെപ്പറേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. കൺസീൽഡോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റും എല്ലാം ഇവിടെ കാണാൻ കഴിയും. ഡൈനിങ് ഹാളിലായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വരാം. ഈ വീടിന്റെ എടുത്തു പറയേണ്ട ഭാഗമാണ് ഈ സ്റ്റെയർ കേസിന്റെ ഭാഗം വരുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയായി അഡീഷണൽ ഒരു റൂം ലഭിക്കുന്നുണ്ട്. അത് സർവന്റ് റൂമായിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമായിട്ടോ ഉപയോഗിക്കാം. അതിന്റെ ഡോറ് പുറത്തേക്ക് വേറെ ഒരു ലഭിക്കുന്നുണ്ട്. വുഡിന്റെ സ്റ്റെയർ കേസ് ആണ് ഇവിടെ കാണാൻ കഴിയുക. ഒരു മോഡേൺ സ്റ്റൈലിലുള്ള സ്റ്റെയർ കേസ് തന്നെയാണ്. ഹാൻഡ് റെയിലിനായി നമുക്ക് കാണാൻ ടഫും ഗ്ലാസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ലാൻഡിങ് തന്നെയാണ്. നമുക്ക് കാണുന്ന പോലെ തന്നെ മനോഹരമായ വലിയൊരു ടഫും ഗ്ലാസ് എല്ലാം കൊടുത്തിട്ടുള്ള ഈ ഒരു ലാൻഡിങ്ങിന്റെ നേരെ കാണുന്ന ഭാഗത്ത് ഒരു കുഷിനിട്ട് എല്ലാം നമുക്ക് ഇരിക്കാവുന്ന ഒരു സ്പേസും ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം മനോഹരമായ ഒരു ഷാൻലിയർ എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു സീലിംഗ് ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഡബിൾ ഹൈറ്റിലാണ് ഇവിടെ ലിവിംഗ് ഹാളിന്റെ കാണാൻ കഴിയുന്നത്. ഇവിടെയും നമുക്കൊരു സോഫ സെറ്റ് ലഭിക്കുന്നുണ്ട്. TV യൂണിറ്റാണ് നേരെ കാണുന്ന ഭിത്തിയിൽ കാണാൻ കഴിയുക. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. എല്ലാ ബെഡ്റൂമിനും നമുക്ക് കോട്ടും ബെഡും ലഭിക്കുന്നുണ്ട്. ഈ മുകളിലെ 2 ബെഡ്റൂമിനും അഡീഷണൽ ആയിട്ട് വരുന്നത് ബാൽക്കണിയാണ്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വിശാലമായൊരു ബാൽക്കണിയാണ് ഈ 2 ബെഡ്റൂമുകൾക്കും ലഭിക്കുന്നത്. നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനോഹരമായൊരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ 4 ബെഡ്റൂമിനും ലഭിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടിന്റെ നിർമ്മാണം. അങ്ങനെ വീടിന്റെ 4ാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. ഈ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും ബാൽക്കണി ലഭിക്കുന്നുണ്ട്. നല്ല വലിയ വലിയ വീടുകൾ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 4 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. 4ാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് കാണാനുള്ളത്. അതിനു മുന്നായി വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 13.5 സെന്റിൽ 3300 സ്ക്വയർ ഫീറ്റിൽ പ്ലസ് 1700 സ്ക്വയർ ഫീറ്റ് ഷീറ്റോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 3,80,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.